നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നിരവധി ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് 100-ലധികം പേരാണ്. ഉറ്റവരെ കാണാതെ നെഞ്ചുപൊട്ടി വിലപിക്കുന്ന മനുഷ്യർ. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുകയാണ്. പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ 5 മിനിറ്റിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവിധയിടങ്ങളിലായി 400-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്ന് ചൂരൽമല വാർഡ് മെമ്പർ CK നൂറുദ്ദീൻ പറഞ്ഞു. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇവിടെ എത്തിയാൽ കുറെ പേരെ രക്ഷപ്പെടുത്താം. വീടുകളിൽ നിന്നെല്ലാം ഇപ്പോഴും കരച്ചിൽ കേൾക്കാം. വലിയ പാറകൾ വന്ന് വീടിന് മുകളിൽ വീണിരിക്കുകയാണ്. അവിടെയുള്ള പലർക്കും ജീവനുണ്ട്. അവർ നിലവിളിച്ചിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഉൾപ്പെടെ 150 പേരെങ്കിലും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ എത്തണം, ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് നൂറുദ്ദീൻ പറയുന്നത്. ഞങ്ങൾ നിൽക്കുന്നതിന് മുന്നിലൂടെ ഡെഡ് ബോഡികൾ ഒഴുകി നീങ്ങുന്നുണ്ട്. അത് പിടിച്ചു കയറ്റാൻ പോലും ആകുന്നില്ല. എന്റെ ഏട്ടന്റെ മകൾ അടിയിൽപ്പെട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. ഒലിച്ചുപോയോ എന്ന് അറിയില്ല. ആരും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നാണ് ചൂരൽമലയുടെ സമീപവാസിയായ ഷെരീഫ് പറഞ്ഞത്. പുലർച്ചെ 2 മണിക്ക് ഉരുൾപൊട്ടിയതറിഞ്ഞു ചൂരൽമല പ്രദേശത്ത് പുറപ്പെട്ടതാണ് ഷെരീഫ്. ആളുകൾക്കായി തിരയുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടിയത്. അതോടെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന സ്ഥലവും പോയി. ചൂരൽമലയും മുണ്ടക്കൈ ടൗണിലും ഇനി ഒന്നും ബാക്കിയില്ലെന്നും ഷെരീഫ് പറയുന്നു. ചൂരൽമലയിൽ നിന്ന് ചുറ്റും നിലവിളികളാണ്. ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നവർ, അതിവേഗം ഒഴുകുന്ന പുഴയുടെ ഒലിച്ചു പോകുന്നവർ, അതിൽ ചിലത് മൃതദേഹങ്ങളാണ്. രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നവരെ പോലും നിസ്സഹായരായി കാണേണ്ടി വന്നു. ഇത് പുത്തുമല പോലെയല്ല. ഇങ്ങനെയൊന്ന് കണ്ടിട്ടില്ല. ചുറ്റും കൈയും കാലും കിടക്കുന്നുണ്ട്. ആരുടെയാണെന്ന് പോലും അറിയില്ല. തല പോലും ഇല്ലാത്ത ആളുകളെ പെറുക്കിയെടുക്കുന്നുണ്ട്. ചൂരൽമലയിലെ അവസ്ഥയാണിത്. മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടിയത്. അങ്ങോട്ട് എത്താൻ പോലും ആർക്കും കഴിയുന്നില്ല എന്ന് രാജൻ പറയുന്നു. പുത്തുമല ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയ രാജൻ ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിലാണ്. മുണ്ടക്കയിൽ നിന്ന് ആരും ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ലെന്ന് പറയുകയാണ് പ്രദേശവാസികളിൽ ഒരാൾ. ചാലിയാറിൽ നിന്നും മാത്രം കണ്ടെടുത്തത് 10 മൃതദേഹങ്ങളാണ്. മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ് ഇവിടെ. രാത്രി 1 മണിക്ക് ശേഷമാണ് ദുരന്തമുണ്ടായത്. ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. 100-ലേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നാണ് സൂചന. രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേന എത്തുമെന്ന് അറിയിപ്പുമുണ്ട്. മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുകയാണ്. ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയേക്കും. ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സന്നാഹങ്ങളും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ടില്ല എന്നും രക്ഷാദൌത്യം ഊർജിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.